19/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഈ സന്തോഷമുണ്ടായിരിക്കണം. ദുഃഖം ഹരിക്കുന്നവനായ ബാബ നമ്മളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. നമ്മൾ സ്വർഗത്തിലെ ദേവകുമാരന്മാർ ആകാൻ പോകുന്നവരാണ്. ചോദ്യം: കുട്ടികളുടെ ഏതൊരു സ്ഥിതി കണ്ടിട്ടും ബാബയ്ക്ക് ചിന്തയുണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം: ചില കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് സുഗന്ധ പുഷ്പമാണ്. ചിലരിൽ അല്പം പോലും സുഗന്ധമില്ല. ചിലരുടെ അവസ്ഥ വളരെ നല്ലതാണ്. ചിലർ മായയുടെ കൊടുങ്കാറ്റുകളിൽ തോറ്റുപോകുന്നു. ഇതെല്ലാം കണ്ടിട്ടും ബാബയ്ക്ക് ചിന്ത ഉണ്ടാകുന്നില്ല. കാരണം ബാബ അറിയുന്നുണ്ട്, ഈ സത്യയുഗത്തിൻ്റെ രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ബാബ ശിക്ഷണം നൽകുന്നു. കുട്ടികളെ, എത്ര സാധിക്കുമോ ഓർമ്മയിലിരിക്കൂ. മായയുടെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടാതിരിക്കൂ. ഓം ശാന്തി. മധുരമധുരമായ പരിധിയില്ലാത്ത ബാബ മധുരമധുരമായ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. വളരെ മധുരമധുരമായ ബാബയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പിന്നെ ശിക്ഷണം നൽകുന്ന ടീച്ചറും വളരെ മധുരമധുരമാണ്. ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇത് ഓർമ്മയുണ്ടായിരിക്കണം. വളരെ മധുരമധുരമായ ബാബയാണ്. ആ ഒന്നിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. ഇവിടെയാണെങ്കിൽ വേശ്യാലയത്തിൽ ഇരിക്കുകയാണ്. എത്ര മധുരമായ ബാബയാണ്! ആ സന്തോഷം ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ നമ്മളെ പകുതി കൽപ്പത്തേക്ക് സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. ദുഃഖം ഹരിക്കുന്നവനാണ്. ഒന്നാമതായി ഇങ്ങനെയുള്ള ബാബയാണ്. പിന്നെ ബാബ ടീച്ചറും ആകുന്നു. നമ്മളെ മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. അത് മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ഈ ചക്രം എങ്ങനെ തിരിയുന്നു, 84 ജന്മങ്ങൾ എങ്ങനെ മറികടക്കുന്നു, ഇത് മുഴുവനും ഞൊടിയിടയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഇവിടെ കഴിയേണ്ടതില്ല. എല്ലാ ആത്മാക്കളെയും കൂടെ കൊണ്ടുപോകും. ബാക്കി അല്പം ദിവസങ്ങളാണുള്ളത്. വളരെയധികം കടന്നുപോയി അല്പമാണ് അവശേഷിക്കുന്നത് എന്ന് പറയുന്നു. ബാക്കി അല്പം സമയമേ ഉള്ളൂ. അതിനാൽ വേഗം വേഗം എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളുടെ ഭാരം ഏതൊന്നാണോ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് അത് ഇല്ലാതാകട്ടെ. മായയുടെ യുദ്ധം നടക്കുന്നു. നിങ്ങൾ എന്നെ ഓർമ്മിക്കും. അത് ഓർമ്മയിൽ നിന്നും മാറ്റും. ഇതും ബാബ പറഞ്ഞു തരുന്നു. അതിനാൽ ഒരിക്കലും ചിന്തിക്കരുത്. എത്ര തന്നെ സങ്കല്പ വികൽപ്പ കൊടുങ്കാറ്റുകൾ വന്നാലും, മുഴുവൻ രാത്രിയും സങ്കല്പങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടാലും ഭയപ്പെടരുത്. ധീരതയുള്ളവർ ആകണം. ബാബ പറയുന്നു, ഇവ തീർച്ചയായും വരും. സ്വപ്നത്തിലും വരും. ഈ എല്ലാ കാര്യങ്ങളിലും ഭയപ്പെടുവാൻ പാടില്ല. യുദ്ധത്തിൻ്റെ മൈതാനമാണല്ലോ. ഇതെല്ലാം വിനാശമാകേണ്ടതുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നു മായയെ ജയിക്കുന്നതിനു വേണ്ടി. ബാക്കി ഇതിൽ ശ്വാസമൊന്നും പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. ആത്മാവ് ശരീരത്തിലുള്ളപ്പോൾ ശ്വാസം നടക്കുന്നു. ഇതിൽ ശ്വാസവും മറ്റും പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഹഠയോഗികളും മറ്റും എത്ര പ്രയാസപ്പെടുന്നു. ബാബയ്ക്ക് അനുഭവമുണ്ട്. കുറച്ചൊക്കെ പഠിച്ചിരുന്നു. പക്ഷേ ഒഴിവ് സമയവും ഉണ്ടായിരിക്കണമല്ലോ. ഏതുപോലെ ഇക്കാലത്ത് നിങ്ങളോട് പറയുന്നു, ജ്ഞാനം നല്ലതാണ്, പക്ഷേ ഒഴിവ് സമയമില്ല. ഇത്രയും വ്യവസായങ്ങളുണ്ട്, ഇതുണ്ട് എന്നെല്ലാം. നിങ്ങളോട് ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ഒന്നാമതായി ബാബയെ ഓർമ്മിക്കൂ. ചക്രത്തെയും ഓർമ്മിക്കൂ. ഇത്രമാത്രം. ഇത് ഡിഫിക്കൽട്ടാണോ? സത്യത്രേതായുഗങ്ങളിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. പിന്നെ ഇസ്ലാമികൾ, ബൗദ്ധർ തുടങ്ങിയവരുടെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരുന്നു. അവർ തങ്ങളുടെ ധർമ്മത്തെ മറന്നുപോയി. സ്വയം ദേവീ ദേവതയായി പറയുവാൻ സാധിക്കില്ല. കാരണം അപവിത്രമായിരിക്കുകയാണ്.
ദേവതമാർ പവിത്രമായിരുന്നു. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് പിന്നീട് അവർ ഹിന്ദു എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങുന്നു. വാസ്തവത്തിൽ ഹിന്ദു എന്നത് ധർമ്മമല്ല. ഹിന്ദുസ്ഥാൻ എന്ന പേര് പിന്നീടാണ് വന്നത്. യഥാർത്ഥ നാമം ഭാരതം എന്നാണ്. ഭാരത് മാതാവും കി ജയ് എന്ന് പറയുന്നു. ഹിന്ദുസ്ഥാനിലെ മാതാക്കൾ എന്നല്ല പറയുന്നത്. ഭാരതത്തിൽ തന്നെയാണ് ഈ ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നത്. ഭാരതത്തിൻ്റെ മഹിമ തന്നെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ബാബ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബാബയെ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്. ബാബ വന്നിരിക്കുന്നത് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാണ്. ആരെ? ആത്മാക്കളെ. നിങ്ങൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും നിങ്ങൾ പവിത്രമാകുന്നു. പവിത്രമായി മാറുമെങ്കിൽ പിന്നെ ശിക്ഷയും അനുഭവിക്കുകയില്ല. അഥവാ ശിക്ഷകൾ അനുഭവിച്ചുവെങ്കിൽ പദവി കുറഞ്ഞു പോകും. അതിനാൽ എത്രത്തോളം ഓർമ്മിക്കുമോ അത്രയും വികർമ്മം വിനാശമായിക്കൊണ്ടിരിക്കും. ധാരാളം കുട്ടികളുണ്ട്, അവർക്ക് ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. മടുപ്പുള്ളവരായി ഉപേക്ഷിച്ചു കളയുന്നു. യുദ്ധം ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ളവരുമുണ്ട്. രാജധാനി സ്ഥാപിതമാകേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കിച്ചു തരുന്നു. ധാരാളം പേർ തോൽക്കുകയും ചെയ്യും. ദരിദ്ര പ്രജകളും വേണമല്ലോ. അവിടെ ദുഃഖം ഉണ്ടായിരിക്കുകയില്ലെങ്കിലും ദരിദ്രരും ധനികരും ഓരോ സാഹചര്യത്തിലും ഉണ്ടായിരിക്കും. ഇത് കലിയുഗമാണ്. ഇവിടെ ധനികരും ദരിദ്രരും രണ്ടുപേരും ദുഃഖം അനുഭവിക്കുന്നു. അവിടെ രണ്ടുപേരും സുഖമുള്ളവരായി കഴിയുന്നു. എന്നാൽ ദരിദ്രൻ ധനികൻ എന്ന ഫീലിംഗ് ഉണ്ടായിരിക്കും. ദുഃഖത്തിൻ്റെ പേരേ ഉണ്ടായിരിക്കില്ല. ബാക്കി നമ്പർ വൈസ് ആയിരിക്കുക തന്നെ ചെയ്യും. ഒരു രോഗവുമില്ല. ആയുസ്സും നീണ്ടതായിരിക്കും. ഈ ദുഃഖധാമത്തെ മറന്നുപോകുന്നു. സത്യയുഗത്തിൽ നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ല. ദുഃഖധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും ഓർമ്മ ഇപ്പോൾ ബാബയാണ് വരുത്തുന്നത്. മനുഷ്യർ പറയുന്നു സ്വർഗം ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോൾ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? ഒന്നും അറിയുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ആർക്കും ഓർമ്മ വരിക സാധ്യമല്ല. ബാബ പറയുന്നു ഇന്നലെ നിങ്ങൾക്ക് സുഖമുണ്ടായിരുന്നു. നാളെ വീണ്ടും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇരുന്ന് പുഷ്പങ്ങളെ നോക്കുന്നു. ഇത് നല്ല പുഷ്പമാണ്. ഇത് ഇന്ന പ്രകാരത്തിൽ പ്രയത്നിക്കുന്നു. ഇവർ സ്ഥിരത ഉള്ളവരല്ല. ഇവർ കല്ല് ബുദ്ധിയാണ് എന്നെല്ലാം. ബാബയ്ക്ക് ഒരു കാര്യത്തിൻ്റെയും ചിന്തയില്ല. പിന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നു കുട്ടികൾ വേഗം പഠിച്ച് ധനികരായി മാറട്ടെ. പഠിപ്പിക്കുകയും വേണം. കുട്ടികളായി മാറി, എന്നാൽ വേഗം പഠിച്ച് സമർത്ഥരാകണം. മാത്രമല്ല എത്രത്തോളം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങനെയുള്ള പുഷ്പമാണ് ഇത്? ബാബ ഇരുന്ന് നോക്കുന്നു. കാരണം ഇത് ചൈതന്യ പുഷ്പങ്ങളുടെ പൂന്തോട്ടമാണ്. പുഷ്പങ്ങളെ കാണുമ്പോൾ തന്നെയും എത്ര സന്തോഷമുണ്ടാകുന്നു. കുട്ടികൾ സ്വയവും മനസ്സിലാക്കുന്നുണ്ട്. ബാബ സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ പാപം ഇല്ലാതാകും. ഇല്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് പിന്നെ പദവി നേടും. ഇതിനെയാണ് ശിക്ഷ അനുഭവിക്കുകയും പ്രാപ്തി നേടുകയും ചെയ്യുക എന്ന് പറയുന്നത്. ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാകുന്ന തരത്തിൽ ബാബയെ ഓർമ്മിക്കൂ. ചക്രത്തെ അറിയുകയും വേണം. ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഒരിക്കലും നിൽക്കുന്നില്ല. പേനിനെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. പേൻ ഏറ്റവും പതുക്കെ ചലിക്കുന്നു. ഈ പരിധിയില്ലാത്ത ഡ്രാമയും വളരെ പതുക്കെ ചലിക്കുന്നു. ടിക് ടിക്, അതായത് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. 5000 വർഷത്തിൽ എത്ര സെക്കൻഡും മിനിറ്റുമുണ്ട് എന്ന കണക്കും കുട്ടികൾ കണ്ടെത്തി അയച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമാണെങ്കിൽ ആർക്കും കണക്കെടുക്കുവാൻ സാധിക്കില്ല. ഇവിടെ ബാബയും കുട്ടികളും ഇരിക്കുകയാണ്. ബാബ ഓരോരുത്തരെയും ഇരുന്ന് നോക്കുന്നു. ഇവർ ബാബയെ എത്ര ഓർമ്മിക്കുന്നുണ്ട്, എത്രത്തോളം ജ്ഞാനമെടുത്തു, മറ്റുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. വളരെ സഹജമാണ്. കേവലം ബാബയുടെ പരിചയം നൽകൂ.
ബാഡ്ജാണെങ്കിൽ കുട്ടികളുടെ അടുക്കൽ തീർച്ചയായും ഉണ്ട്. പറയൂ, ഇത് ശിവ് ബാബയാണ്. കാശിയിൽ പോയാലും ശിവ് ബാബ ശിവ് ബാബ എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിക്കുന്നു, നിലവിളിക്കുന്നു. നിങ്ങൾ സാലിഗ്രാമമാണ്. ആത്മാവ് തീർത്തും ചെറിയൊരു നക്ഷത്രമാണ്. അതിൽ എത്ര പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. ആത്മാവ് ചെറുതാവുകയും വലുതാവുകയും ചെയ്യുന്നില്ല, വിനാശമാകുന്നില്ല. ആത്മാവ് അവിനാശിയാണ്. അതിൽ ഡ്രാമയുടെ പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. വജ്രം ഏറ്റവും ഉറപ്പുള്ളതാണ്. അതുപോലെ കാഠിന്യമുള്ള കല്ല് മറ്റൊന്നില്ല. രത്ന വ്യാപാരികൾക്കറിയാം. ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കൂ. എത്ര ചെറുതാണ്. അതിൽ എത്ര പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. അതൊരിക്കലും തേഞ്ഞു പോകുന്നില്ല. നമ്മൾ പിതാവും ടീച്ചറും സദ്ഗുരുവും എന്ന് പറയാൻ തക്കവണ്ണം മറ്റൊരാത്മാവില്ല. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനുമില്ല. ഇത് ഒരേ ഒരു പരിധിയില്ലാത്ത പിതാവാണ്, ശിക്ഷകനാണ്. എല്ലാവർക്കും ശിക്ഷണം നൽകുന്നു. മന്മനാഭവ. നിങ്ങളോടും പറയുന്നു, ഏതൊരു ധർമ്മത്തിലുള്ളവരെ കണ്ടുമുട്ടിയാലും അവരോട് പറയൂ, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നുണ്ടോ? ആത്മാക്കളെല്ലാം സഹോദരന്മാരാണ്. ഇപ്പോൾ ബാബ ശിക്ഷണം നൽകുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ബാബ തന്നെയാണ് പതീത പാവനൻ. ഇതാരാണ് പറഞ്ഞത്? ആത്മാവ്. മനുഷ്യർ പാടുന്നുണ്ടെങ്കിലും അർത്ഥം മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ ഏവരും സീതമാരാണ്. ഞാൻ രാമനാകുന്നു. എല്ലാ ഭക്തരുടെയും സദ്ഗതി ദാതാവ് ഞാനാകുന്നു. സർവരുടെയും സദ്ഗതി ഉണ്ടാക്കുന്നു. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകുന്നു. സത്യയുഗത്തിൽ മറ്റൊരു ധർമ്മം ഉണ്ടായിരിക്കുന്നില്ല. കേവലം നമ്മൾ മാത്രമാണുള്ളത്. കാരണം നമ്മൾ തന്നെയാണ് ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നത്. ഇവിടെയാണെങ്കിൽ നോക്കൂ, എത്ര അനേകം ക്ഷേത്രങ്ങളുണ്ട്. എത്ര വലിയ ലോകമാണ്. എന്തെല്ലാം വസ്തുക്കളുണ്ട്. അവിടെ ഇവയൊന്നും ഉണ്ടായിരിക്കില്ല. കേവലം ഭാരതം മാത്രമാണ് ഉണ്ടായിരിക്കുക. ഈ ട്രെയിനും മറ്റുമൊന്നും ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം ഇല്ലാതായി പോകും. അവിടെ ട്രെയിനിൻ്റെ ആവശ്യമേ ഇല്ല. ചെറിയ പട്ടണമായിരിക്കും. ട്രെയിൻ വേണ്ടത് ദൂരെ ഗ്രാമങ്ങളിൽ പോകുന്നതിന് വേണ്ടിയാണ്. ബാബ റിഫ്രഷ് ചെയ്യുകയാണ്. കുട്ടികൾക്ക് വേണ്ടി ഭിന്ന പോയിന്റ്സ് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുകയാണ്. ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനമുണ്ട്. ഏതുപോലെ പരംപിത പരമാത്മാവിൽ മുഴുവൻ ജ്ഞാനം നിറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ശാന്തിധാമത്തിൽ വസിക്കുന്ന ശാന്തിയുടെ സാഗരം ബാബയാണ്. നമ്മൾ ആത്മാക്കളുമെല്ലാം അവിടെ സ്വീറ്റ് ഹോമിൽ വസിക്കുന്നവരാണ്. ശാന്തിക്കു വേണ്ടി മനുഷ്യർ എത്ര തലയിട്ടടിക്കുന്നു. സന്യാസിമാരും പറയുന്നു, മനസ്സിന് ശാന്തി എങ്ങനെ ലഭിക്കും? എന്തെല്ലാം യുക്തി രചിക്കുന്നു. ആത്മാവ് മനസ്സും ബുദ്ധിയും സഹിതമാണ്. അതിൻ്റെ സ്വധർമ്മമേ ശാന്തിയാണ് എന്ന് പാടപ്പെടുന്നു. വായേ ഇല്ലെങ്കിൽ, കർമ്മേന്ദ്രിയങ്ങളെ ഇല്ലെങ്കിൽ തീർച്ചയായും ശാന്തം തന്നെയായിരിക്കും. നമ്മൾ ആത്മാക്കളുടെ നിവാസ സ്ഥാനമാണ് സ്വീറ്റ് ഹോം. അവിടെ തീർത്തും ശാന്തി ഉണ്ടായിരിക്കും. പിന്നെ അവിടെ നിന്ന് ആദ്യം നമ്മൾ സുഖധാമത്തിൽ വരുന്നു. ഇപ്പോൾ ഈ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. ബാബ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര വലിയ ലോകമാണ്. ഇത്രയും വനവും മറ്റും അവിടെ ഉണ്ടായിരിക്കുകയില്ല. ഇത്രയും പർവ്വതങ്ങളും മറ്റും ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ രാജധാനിയായിരിക്കും. ഏതുപോലെ സ്വർഗത്തിൻ്റെ ചെറിയൊരു മോഡൽ നിർമ്മിക്കുമ്പോൾ അതേപോലെ ചെറിയൊരു സ്വർഗമായിരിക്കും. എന്താണ് സംഭവിക്കേണ്ടത്? വണ്ടർ നോക്കൂ, എത്ര വലിയ സൃഷ്ടിയാണ്. ഇവിടെയാണെങ്കിൽ എല്ലാവരും പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത്രയും മുഴുവൻ ലോകവും ഇല്ലാതായി പോകും. ബാക്കി നമ്മുടെ രാജ്യം അവശേഷിക്കും. ഇത്രയും എല്ലാം ഇല്ലാതായി. ഇതെല്ലാം എവിടെ പോകും? സമുദ്രത്തിലും ഭൂമിയിലേക്കും മറ്റും പോകും. ഇതിൻ്റെ പേരോ അടയാളമോ പോലും ഉണ്ടായിരിക്കില്ല. സമുദ്രത്തിലേക്ക് ഏത് വസ്തു പോകുന്നുവോ അത് ഉള്ളിൽ തന്നെ ഇല്ലാതായി പോകുന്നു. സാഗരം വിഴുങ്ങുന്നു.
തത്വം തത്വത്തിലും മണ്ണ് മണ്ണിലും ചേരുന്നു. പിന്നെ ലോകം തന്നെ സതോ പ്രധാനമാകുന്നു. ആ സമയത്തെ പുതിയ സതോ പ്രധാന പ്രകൃതി എന്ന് പറയുന്നു. നിങ്ങൾക്ക് അവിടെ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കും. ലിപ്സ്റ്റിക്കോ മറ്റോ ഒന്നും തേക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ സ്വർഗത്തിലെ ദേവകുമാരന്മാർ ആകുന്നു. ജ്ഞാന സ്നാനം ചെയ്യുകയില്ലെങ്കിൽ നിങ്ങൾ ദേവതയാവുകയില്ല. മറ്റേതെങ്കിലും ഉപായമേയില്ല. ബാബ സദാ സുന്ദരമാണ്. ആത്മാക്കളായ നിങ്ങൾ കറുപ്പായിരിക്കുകയാണ്. പ്രിയതമനാണെങ്കിൽ വളരെ സുന്ദരമായ യാത്രക്കാരനാണ്. ആ ഒന്ന് വന്ന് നിങ്ങളെ സുന്ദരമാക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും കറുപ്പാകുന്നില്ല. നിങ്ങൾ കറുപ്പിൽ നിന്നും സുന്ദരമാകുന്നു. സദാ സുന്ദരം ഒരേ ഒരു യാത്രക്കാരനാണ്. ഈ ബാബ ബ്രഹ്മബാബ കറുപ്പും സുന്ദരവും ആകുന്നു. നിങ്ങളേവരെയും സുന്ദരമാക്കി കൂടെ കൊണ്ടുപോകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് സുന്ദരമായി മാറി പിന്നെ സർവരെയും സുന്ദരമാക്കണം. ബാബ ശ്യാമ സുന്ദരം ആകുന്നില്ല. ഗീതയിൽ തെറ്റ് വരുത്തിയിരിക്കുകയാണ്. ബാബയ്ക്ക് പകരം ശ്രീകൃഷ്ണന്റെ നാമം ചേർത്തിരിക്കുന്നു. ഇതിനെ തന്നെയാണ് ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്നത്. മുഴുവൻ വിശ്വത്തെയും സുന്ദരമാക്കുന്നവൻ ശിവ് ബാബയാണ്. ആ ഒന്നിനു പകരം ആരാണോ സ്വർഗത്തിലെ ആദ്യ നമ്പറിലെ സുന്ദരനാകുന്നത് ആ ഒന്നിൻ്റെ നാമം ചേർത്തിരിക്കുന്നു. ഇത് ആരും മനസ്സിലാക്കുന്നില്ല. ഭാരതം വീണ്ടും സുന്ദരമാകാൻ പോകുന്നു. അവർ വിചാരിക്കുന്നു 40,000 വർഷത്തിനു ശേഷം സ്വർഗമാകും എന്ന്. നിങ്ങൾ പറയുന്നു മുഴുവൻ കൽപ്പമേ 5000 വർഷത്തിൻ്റെതാണ്. ബാബ ആത്മാക്കളോട് സംസാരിക്കുന്നു. ഞാൻ പകുതി കൽപ്പമായുള്ള പ്രിയതമനാണ് എന്ന് പറയുന്നു. നിങ്ങൾ എന്നെ വിളിച്ചു വന്നു, ഹേ പതീത പാവന വരൂ, വന്ന് നമ്മൾ ആത്മാക്കളെ പ്രിയതമകളെ പാവനമാക്കൂ. അപ്പോൾ ആ ഒന്നിൻ്റെ മതമനുസരിച്ച് നടക്കേണ്ടതാണ്, പ്രയത്നിക്കേണ്ടതുണ്ട്. നിങ്ങൾ തൊഴിലോ മറ്റോ ചെയ്യാൻ പാടില്ല എന്ന് ബാബ പറയുന്നില്ല. ഇല്ല, അതെല്ലാം ചെയ്യണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കുട്ടികളെയും മറ്റും പരിപാലിക്കുമ്പോഴും കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. കാരണം ഞാൻ പതീത പാവനൻ ആകുന്നു. കുട്ടികളെയും സംരക്ഷിച്ചുകൊള്ളൂ. പിന്നെ ഇപ്പോൾ ഇനിയും കുട്ടികളെ ജനിപ്പിക്കാതിരിക്കൂ. ഇല്ലെങ്കിൽ അവർ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഇവയെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും ഇവയെ മറക്കണം. എന്തെല്ലാം നിങ്ങൾ കാണുന്നുവോ ഇവയെല്ലാം ഇല്ലാതാകാൻ പോകുന്നവയാണ്. ശരീരം ഇല്ലാതായി പോകും. ബാബയുടെ ഓർമ്മയിലൂടെ ആത്മാവ് പവിത്രമായി മാറും. അപ്പോൾ പിന്നെ ശരീരവും പുതിയത് ലഭിക്കും. ഇത് പരിധിയില്ലാത്ത സന്യാസമാണ്. ബാബ പുതിയ വീട് നിർമ്മിക്കുന്നു. അപ്പോൾ പിന്നെ പഴയ വീട്ടിൽ നിന്നും മനസ്സ് മാറിപ്പോകുന്നു. സ്വർഗത്തിൽ എന്താണില്ലാത്തത്? അപാര സുഖമാണ്. സ്വർഗം ഇവിടെയാണ് ഉണ്ടായിരിക്കുന്നത്. ദിൽവാല ക്ഷേത്രത്തിലും മുഴുവൻ സ്മാരകമുണ്ട്. താഴെ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്വർഗം എവിടെ കാണിക്കും? അവർ പിന്നെ മേൽത്തട്ടിൽ വെച്ചിരിക്കുകയാണ്. താഴെ രാജയോഗത്തിന്റെ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുകളിൽ രാജ്യപദം നിൽക്കുന്നു. എത്ര നല്ല ക്ഷേത്രമാണ്! മുകളിലാണ് അചൽഘർ. സ്വർണം കൊണ്ടുള്ള മൂർത്തികളുണ്ട്. അതിനും മുകളിലാണ് ഗുരു ശിഖർ. ഗുരു ഏറ്റവും മുകളിലിരിക്കുകയാണ്. ഉയർന്നതിലും ഉയർന്നതാണ് സദ്ഗുരു. പിന്നെ മധ്യത്തിൽ സ്വർഗം കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദിൽവാല ക്ഷേത്രം പൂർണ്ണമായ സ്മാരകമാണ്. രാജയോഗം നിങ്ങൾ പഠിക്കുന്നു. പിന്നെ സ്വർഗം ഇവിടെ ഉണ്ടാകും. ദേവതമാർ ഇവിടെ ഉണ്ടായിരുന്നുവല്ലോ. എന്നാൽ അവർക്ക് വേണ്ടി പാവനലോകം ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ കണ്ണുകൾ കൊണ്ട് എല്ലാം കാണുമ്പോഴും ഇതിനെ മറക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം.
പഴയ വീട്ടിൽ നിന്നും ലോകത്തിൽ നിന്നും മനസ്സ് മാറ്റണം. പുതിയ വീടിനെ ഓർമ്മിക്കണം. ജ്ഞാനസ്നാനം ചെയ്ത് സുന്ദരമായ ദേവകുമാരന്മാരാകണം. ഏതുപോലെ ബാബ സുന്ദരവും വെളുപ്പുമായ യാത്രക്കാരനാണ്, അതേപോലെ ആ ഒന്നിൻ്റെ ഓർമ്മയിലൂടെ ആത്മാവിനെ കറുപ്പിൽ നിന്നും വെളുപ്പാക്കണം. മായയുടെ യുദ്ധത്തെ ഭയപ്പെടരുത്, വിജയിയായി കാണിക്കണം. വരദാനം: മഹാദാനിയായി വിശാല മനസ്കതയോടെ സന്തോഷത്തിൻ്റെ ഖജനാവ് വിതരണം ചെയ്യുന്ന മാസ്റ്റർ ദയാഹൃദയനായി ഭവിക്കട്ടെ. ലോകർ അല്പകാലത്തെ സന്തോഷം പ്രാപ്തമാക്കുന്നതിനായി എത്ര സമയവും ധനവും ചിലവഴിക്കുന്നു, എന്നിട്ടും സത്യമായ സന്തോഷം ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആവശ്യകതയുടെ സമയത്ത് ആത്മാക്കളായ താങ്കൾ മഹാദാനിയായി വിശാല മനസ്കതയോടെ സന്തോഷം ദാനം നൽകണം. ഇതിനു വേണ്ടി ദയാഹൃദയത്തിൻ്റെ ഗുണം എമർജ് ചെയ്യൂ. താങ്കളുടെ ജഡചിത്രം വരദാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളും ചൈതന്യത്തിൽ ദയാഹൃദയരായി വിതരണം ചെയ്യൂ. കാരണം പരവശമായ ആത്മാക്കളാണ് ഇവർ. കേൾക്കാൻ പോകുന്നവരെ അല്ല എന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കൂ. താങ്കൾ ദയാഹൃദയരായി നൽകിക്കൊണ്ടിരിക്കൂ. താങ്കളുടെ ശുഭഭാവന അവർക്ക് ഫലം തീർച്ചയായും നൽകും. സ്ലോഗൻ: യോഗത്തിൻ്റെ ശക്തിയിലൂടെ ഓരോ കർമ്മേന്ദ്രിയത്തെയും ഓർഡറിൽ നടത്തിക്കുന്നവർ തന്നെയാണ് സ്വരാജ്യ അധികാരി. ഓം ശാന്തി. ഞാൻ ശക്തിശാലി ആത്മാവാണ്. I am a powerful being. എന്ത് ചിന്തിക്കുന്നുവോ അത് എനിക്ക് ചെയ്യുവാൻ കഴിയും. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും സത്യമാണ്, ശാന്തമാണ്, സ്ഥിരമാണ്. ഞാൻ പവിത്ര ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും ഓരോ വാക്കും വരദാനിയാണ്. എൻ്റെ ശരീരം നിരോഗിയാണ്. എൻ്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പവിത്രതയും ശാന്തിയും ശക്തിയും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിച്ചേരുന്നു. എൻ്റെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ഉന്നതമാണ്, ഉയർന്നതാണ്. ഞാൻ സുരക്ഷിതമാണ്. എൻ്റെ ബന്ധങ്ങൾ വളരെ പ്രിയതരമാണ്. നാം ഏവരും പരസ്പരം അംഗീകരിക്കുന്നു. നാം ഏവരും ഒന്നാണ്. എൻ്റെ ഉദ്യോഗം, എൻ്റെ വ്യാപാരം സുരക്ഷിതമാണ്. എൻ്റെ സഫലത സുനിശ്ചിതമാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. എൻ്റെ സഫലത സുനിശ്ചിതമാണ്. എനിക്ക് ചുറ്റും പരമാത്മാവിൻ്റെ ശക്തികളുടെ ഒരു ഊർജത്തിൻ്റെ വലയമുണ്ട്. വൈറ്റ് ഗോൾഡൻ ലൈറ്റിൻ്റെ ഒരു വലയം.
പരമാത്മാ ശക്തികൾ എൻ്റെ സുരക്ഷാ കവചമാണ്. ഈ ഊർജ വലയത്തിൻ്റെ ഉള്ളിൽ യാതൊന്നിനും പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ ഈശ്വരൻ്റെ സ്നേഹത്താലും ശക്തികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരമാത്മാ ശക്തിയുടെ ഊർജവലയം എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ചുറ്റുമുണ്ട്. എൻ്റെ കുടുംബവും സുരക്ഷിതമാണ്. പരമാത്മാവിൻ്റെ ശക്തികൾ ഈ സൃഷ്ടിയിലെ ഓരോരുത്തരിലും എത്തിച്ചേരുന്നു. God's power is reaching every soul on this planet. ഓരോ ആത്മാവും ശക്തിശാലിയാണ്, നിർഭയമാണ്, സുരക്ഷിതമാണ്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും നാനാഭാഗത്തും പരമാത്മാ ശക്തിയുടെ പവിത്രതയുടെ വലയമുണ്ട്. ഈ ലോകം ഭദ്രമാണ്, സുരക്ഷിതമാണ്. ഏതൊരു കാര്യം വന്നു ചേർന്നുവോ ആ കാര്യം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. അത് സമാപ്തമായി. ഫിനിഷ്ഡ് ഫോർ എവർ, എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞു. നമ്മുടെ ലോകം പരമാത്മാവിൻ്റെ ശക്തികളാൽ ഭദ്രമാക്കപ്പെട്ട് കഴിഞ്ഞു, സുരക്ഷിതമാക്കപ്പെട്ട് കഴിഞ്ഞു. ഓം ശാന്തി.